മകളുടെ ആത്മാവിന് ശാന്തി ലഭിക്കാൻ പ്രതിക്ക് പരമാവധി ശിക്ഷ ലഭിക്കണം. മകളുടെ കൊലപാതകത്തിലെ ദുരൂഹതകളുടെ ചുരുളഴിയണം. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഹൗസ് സർജനായി സേവനം ചെയ്യുന്നതിനിടെ കൊല്ലപ്പെട്ട ഡോക്ടർ വന്ദനാദാസിന്റെ മാതാപിതാക്കളായ മുട്ടുചിറ നമ്പിച്ചിറക്കാലിൽ മോഹൻദാസും വസന്തകുമാരിയുടെയും വാക്കുകളാണിത്. ഇന്ന് വന്ദനാദാസ് കൊല്ലപ്പെട്ടിട്ട് 1 വർഷം പൂർത്തിയാകുന്നു. ഏക മകളുടെ കണ്ണീരോർമ്മകളിൽ നിന്ന് ഇപ്പോഴും മോചിതരല്ല ഈ മാതാപിതാക്കൾ. കഴിഞ്ഞ വർഷം മെയ് 10 രാവിലെ 7 മണിയോടെയാണ് മോഹൻദാസിന്റെ ഫോണിലേക്ക് ആ നടുക്കുന്ന വാർത്ത എത്തിയത്. ഡോക്ടർ വന്ദനയ്ക്ക് ഒരു അപകടം പറ്റിയെന്നും പെട്ടെന്ന് കൊല്ലത്തെ ആശുപത്രിയിലേക്ക് എത്താനുമായിരുന്നു ആ സന്ദേശം. മോഹൻദാസും വസന്തകുമാരിയും ബന്ധുവും ഉടൻ കാറിൽ പുറപ്പെട്ടു. ആശുപത്രിയിൽ എത്തിയതോടെ മോർച്ചറി ഭാഗത്തേക്കാണ് കൊണ്ടുപോയത്. സ്ട്രക്ചറിൽ ചലനമറ്റ നിലയിൽ തുണിയിൽ പൊതിഞ്ഞ മൃതദേഹമാണ് കാണാനായത്. മുഖമാകെ വിങ്ങി വീർത്തു. ഇത് തങ്ങളുടെ മകളല്ലെന്ന് അമ്മ വസന്തകുമാരി അലറി വിളിച്ചു. പുലർച്ചെ പോലീസ് അകമ്പടിയിൽ വൈദ്യപരിശോധനയ്ക്കെത്തിച്ച സന്ദീപ് എന്ന അക്രമിയുടെ കുത്തേറ്റ് ഡോക്ടർ വന്ദനാദാസ് മരിച്ചു എന്നതായിരുന്നു അധികൃതരുടെ വിശദീകരണം. മകളുടെ മരണത്തിൽ ഒരുപാട് ദുരൂഹതകളുണ്ട്. ഇതെല്ലാം പുറത്തു വരണം. ഇതിനായി CBI അന്വേഷണം വേണമെന്നായിരുന്നു കുടുംബത്തിന്റെ നിലപാട്. ഹൈക്കോടതിയിൽ ഹർജി നൽകിയെങ്കിലും സർക്കാരിന്റെ എതിർപ്പ് മൂലം തള്ളി. നിയമ പോരാട്ടം തുടരും. മകളുടെ കൊലപാതകത്തെ തുടർന്ന് സർക്കാർ എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തെങ്കിലും പിന്നീട് പിന്നോട്ടു പോയി. CBI അന്വേഷണം സർക്കാർ എന്തിന് എതിർക്കുന്നു? കൊല്ലത്ത് വിചാരണ കോടതിയിൽ ബുധനാഴ്ച പ്രതി സന്ദീപിനെ ഹാജരാക്കിയിരുന്നു. കോടതി നടപടികൾ വീക്ഷിക്കാൻ മോഹൻദാസും വസന്തകുമാരിയും എത്തിയിരുന്നു. പ്രതി സന്ദീപിനെ കണ്ടതോടെ ഇരുവരും പ്രകോപിതരായി. പോലീസ് ഇടപെട്ടാണ് ശാന്തരാക്കിയത്. മകൾ വന്ദന ഉപയോഗിച്ചിരുന്ന എല്ലാ വസ്തുക്കളും വീട്ടിലെ പഠനമുറിയിൽ ഒരുക്കി വച്ചിരിക്കുകയാണിവർ. നോട്ടം എത്തുന്നിടത്തെല്ലാം വന്ദനയുടെ ചിത്രങ്ങളുണ്ട്. മകളുടെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന ഈ മുറിക്ക് ചുറ്റുമാണ് മോഹൻദാസിന്റെയും വസന്തകുമാരിയുടെയും ജീവിതം ഇപ്പോൾ. ദിവസവും വന്ദനയുടെ ചിത്രത്തിനു മുന്നിൽ ചോക്ലേറ്റും പൂക്കളും അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവൾ ഇവിടെയുണ്ടെന്ന വിശ്വാസമാണ് തങ്ങൾക്ക് ജീവിക്കാനുള്ള പ്രേരണയെന്ന് മോഹൻദാസും വസന്തകുമാരിയും പറയുന്നു. നിഷ്ഠൂര കൊലപാതകത്തിന്റെ നാൾ വഴികൾ ഇതാണ്. 2023 മെയ് 10 രാവിലെ 4:40 പൂയപ്പള്ളി പോലീസിന്റെ അകമ്പടിയിൽ ചികിത്സയ്ക്കായി എത്തിച്ച കുടവട്ടൂർ ചെറുവക്കരക്കോണം സ്വദേശി സന്ദീപ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഹൗസ് സർജനായി ജോലി ചെയ്യുന്ന ഡോക്ടർ വന്ദനാദാസിനെ കുത്തി പരിക്കേൽപ്പിച്ചു. കൃത്യം നടന്ന സ്ഥലത്ത് നിന്ന് പ്രതി സന്ദീപിനെ അറസ്റ്റ് ചെയ്തു. മെയ് 10 രാവിലെ 8:25 തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഡോക്ടർ വന്ദനയുടെ മരണം സ്ഥിരീകരിച്ചു. മെയ് 11 ഡോക്ടറുടെ കൊലപാതകത്തിൽ ഹൈക്കോടതി സ്വമേധയാ ഇടപെട്ടു. പോലീസ് സംഘത്തിന് വിമർശനം. മെയ് 12 വ്യാപകമായ പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ കേസ് അന്വേഷണം ജില്ലാ ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചു. മെയ് 17 ഡോക്ടർ വന്ദനയുടെ മരണത്തെ തുടർന്ന് ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവരെ ആക്രമിക്കുന്നത് ഉൾപ്പെടെയുള്ള കേസുകളിൽ ശിക്ഷ കടുപ്പിക്കുന്ന ഓർഡിനൻസിന് മന്ത്രിസഭ അംഗീകാരം. മെയ് 24 ഡോക്ടർക്കും ജഡ്ജിക്കും സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനുള്ള പെരുമാറ്റച്ചട്ടം അടിയന്തരമായി നടപ്പിലാക്കണമെന്ന് ഹൈക്കോടതി നിരീക്ഷണം. ജൂലൈ 1 CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഡോക്ടർ വന്ദനയുടെ മാതാപിതാക്കളുടെ ഹർജി ഹൈക്കോടതിയിൽ. ജൂലൈ 27 പ്രതി സന്ദീപിന്റെ ജാമ്യ ഹർജി കൊല്ലം സെഷൻസ് കോടതി തള്ളി. ഓഗസ്റ്റ് 1 ജില്ലാ ക്രൈംബ്രാഞ്ച് സംഘം കുറ്റപത്രം കൊട്ടാരക്കര കോടതിയിൽ സമർപ്പിച്ചു. ഓഗസ്റ്റ് 2 മരണാനന്തര ബഹുമതിയായി ഡോക്ടർ വന്ദനാദാസിന് MBBS ബിരുദം നൽകാൻ കേരള ആരോഗ്യ സർവകലാശാല തീരുമാനം. ഓഗസ്റ്റ് 5 അധ്യാപകനായിരുന്ന പ്രതി സന്ദീപിനെ സർവീസിൽ നിന്ന് പുറത്താക്കി. സെപ്റ്റംബർ 18 ആരോഗ്യ പ്രവർത്തകരെ ആക്രമിച്ചാൽ കടുത്ത ശിക്ഷ നൽകുന്ന ബില്ലിന് ഗവർണറുടെ അംഗീകാരം. ഒക്ടോബർ 11 കുറ്റപത്രം വായിക്കുന്ന നടപടികൾ സെഷൻസ് കോടതിയിൽ. ഒക്ടോബർ 18 മാതാപിതാക്കളുടെ ഹർജിയുടെ പശ്ചാത്തലത്തിൽ കേസിൽ സെഷൻസ് കോടതിയിൽ തുടർ നടപടികൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തു. നവംബർ 21 മാതാപിതാക്കളുടെ ഹർജിയിൽ ആഭ്യന്തര വകുപ്പിന്റെ റിപ്പോർട്ട് കൂടുതൽ വൈകുന്നതിനെ തുടർന്ന് കേസിൽ നിന്ന് ജസ്റ്റിസ് PV ഉണ്ണികൃഷ്ണൻ പിന്മാറി. 2024 ഫെബ്രുവരി 6 CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള മാതാപിതാക്കളുടെ ഹർജിയും പ്രതി സന്ദീപിന്റെ ജാമ്യ ഹർജിയും ഹൈക്കോടതി തള്ളി. മെയ് 4 വിചാരണയ്ക്ക് മുന്നോടിയായുള്ള നടപടികളിലേക്ക് സെഷൻസ് കോടതി കടന്നു. മെയ് 8 കോടതിയിൽ പ്രതി സന്ദീപിനെ നേരിട്ട് ഹാജരാക്കി. പ്രതിഭാഗത്തിന്റെ കൂടുതൽ ഹർജിക്കുള്ള വാദവും കുറ്റപത്രത്തിലെ വാദവും 22